എൻ്റെ മുഖത്ത് കുറേ കുരുവും ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് മറ്റേ ബോട്ട് മിൽക്ക് സോപ്പാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിലൊക്കെ നല്ല മാറ്റമുണ്ട്. കുറച്ച് ഇങ്ങനെ കളറുകളൊക്കെ കുറച്ച് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, അപ്പോൾ എനിക്ക് നല്ല ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മുഖത്ത്. ഞാൻ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സോപ്പ് ഇത് ഉപയോഗിച്ച് നോക്കട്ടെ, എന്നിട്ട് പിന്നെ ഇതാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ട്. അപ്പോൾ എനിക്കത് ചൊറിയുന്നത് ഞാൻ 2 ദിവസം മുന്നേ ഞാൻ ശ്രദ്ധിച്ചിട്ട് എനിക്ക് അലർജി പോലെ ഇങ്ങനെ ചൊറിഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ കുരുക്കളൊക്കെ വന്നു. അതിലൊക്കെ നല്ല മാറ്റം തോന്നുന്നുണ്ട്. നല്ല ചൊറിച്ചിലുണ്ടായിരുന്നു, അതൊക്കെ മാറി തുടങ്ങി. പിന്നെ മാസ്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ മാറി. ഞാൻ ഒരു മാസ്ക് വെച്ചിട്ട് ഞാൻ ശ്രദ്ധിച്ചു, പിന്നെ എന്താ എനിക്ക് ചൊറിയാത്തത് ചോദിച്ചു. അപ്പോൾ സോപ്പിൻ്റെ ആയിരിക്കും, എനിക്കത് നല്ല മാറ്റം തോന്നുന്നുണ്ട്. പിന്നെ കുരു വരുന്നത് ഒരു ഇതൊക്കെ കുറഞ്ഞ പോലെ, ആ വന്നത് വലിയ കളറും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അത് വന്നത് അങ്ങനെ പോകുന്നുണ്ട്. വരുന്നത് എനിക്ക് പീരീഡ്സിൻ്റെ ടൈമിൽ വരുന്നതാണ്. അത് വന്നു കഴിഞ്ഞാൽ അത് വലിയ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പാടായിട്ടാണ് മാറാറുള്ളൂ. പക്ഷെ ഇപ്പം അത് അധികം പാട് പോലെ വരാതെ അങ്ങനെ ഇങ്ങനെ കുറഞ്ഞ് പതുക്കെ ഇങ്ങനെ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെയായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ കുറച്ച് നേരം കളറൊക്കെ വെച്ച പോലെ ഞാൻ തോന്നുന്നുണ്ട്. പിന്നെ പൊതുവെ എനിക്ക് ഈ ഒരു കാലാവസ്ഥ ഭയങ്കര ഡ്രൈ ആക്കണതാണ്. അപ്പോൾ ഈ ഗോഡ് മിൽക്ക് സോപ്പ് നല്ലതാണ്. എനിക്ക് ആ ഡ്രൈനെസ് കുറച്ചൊരു കുറവ് തോന്നുന്നു. പിന്നെ എന്തെങ്കിലും ലോഷൻ എന്തെങ്കിലുമൊക്കെ പിന്നെ ഇടണമല്ലോ, അത്രയും ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു കാലാവസ്ഥ. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് നല്ല ഡ്രൈ സ്കിന്നാണ്, ഒരു ഓയിലി സ്കിന്ന്, അങ്ങനത്തെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഓരോ കാലാവസ്ഥയിൽ ഓരോ ഒരു ഇതാണ് എൻ്റെ സ്കിന്ന്. അപ്പോൾ പിന്നെ സോപ്പിന് നമുക്ക് പറയാൻ പറ്റില്ല. എൻ്റെ സ്കിന്നിൻ്റെ കുഴപ്പമാണ്. എനിക്കത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒരു മാറ്റമുണ്ട്.